നമസ്കാരം, ഞാൻ രമ്യ. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ആവേശമുയർത്തി സ്ഥാനാർത്ഥി പര്യടനങ്ങൾ. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസും ആലത്തൂർ സ്ഥാനാർത്ഥി PK ബിജുവും പൊതുപര്യടനത്തിൽ. മണ്ഡലം കൺവെൻഷനുകളുമായി UDF. TN പ്രതാപന് കെട്ടിവെക്കാനുള്ള തുകയിൽ ഒരു പങ്ക് നൽകി മഹിളാ കോൺഗ്രസ്. ദിശ തെറ്റിയ പ്രചരണങ്ങൾക്കെതിരെ വടിയെടുത്ത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. സംസ്കാരങ്ങൾ ഇഴചേരുന്ന സരസ് മേള പൊടിപൊടിക്കും. കുന്നംകുളത്ത് നടക്കുന്ന മേളയ്ക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് സംഘാടകർ. പ്രധാന ആകർഷണം ഭക്ഷ്യമേള. കുന്നംകുളം നഗരസഭയിലെ വിമത കോൺഗ്രസ് നേതാവായിരുന്ന ഷാജി ആലിക്കലിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു. ഷാജിക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ പിൻവലിച്ച് DCC പ്രസിഡന്റ് TN പ്രതാപൻ കത്ത് നൽകി. കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവത്തിന് കൊടിയേറി. പൂരം ഈ മാസം 31-ന്. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ടൗൺ ഹാളിൽ ചേർന്ന കൺവെൻഷനിൽ UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA PA മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം EP കമറുദ്ദീൻ, DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, CI ET മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, മണ്ഡലം പ്രസിഡന്റ് ബിജു C ബേബി, CPM VG അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ദുർവ്യയമാണെങ്കിൽ അതൊരു ബഹുമതിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അംബാനിക്കും അദാനിക്കും വലിയ കോർപ്പറേറ്റുകൾക്കും ഒരു വർഷം 13 ലക്ഷം കോടി രൂപ നിങ്ങൾക്ക് എഴുതിത്തള്ളാമെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വർഷത്തിൽ 72,000 രൂപ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി 3.5 ലക്ഷം കോടി രൂപ നൽകാൻ അത് ഇന്ത്യയിലെ സർക്കാരിന്റെ കഴിയും. അതൊരു ദുർവ്യയമായിട്ടല്ല, അതൊരു പാഴ്ചെലവായിട്ടല്ല, അതൊരു ഉത്തരവാദിത്തമായിട്ടാണ് ഈ നാട് കാണാൻ പോകുന്നത്. ആ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ ശ്രീ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് ആലത്തൂരിലെയും കുന്നംകുളത്തിലെയും വോട്ടർമാരോട് രമ്യ ഹരിദാസ് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന് മണലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ നൽകി. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് കുന്നത്തങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച സ്ഥാനാർത്ഥിയുടെ പര്യടനം ചിറനെല്ലൂരിൽ സമാപിച്ചു. കണ്ടാണശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിലായി 10ലേറെ കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി രാജാജിക്ക് സ്വീകരണം ഒരുക്കിയത്. ചൊവ്വലൂർപ്പടി തിരുവിൽ നിന്നും ആരംഭിച്ച 2 പഞ്ചായത്തുകളിലെ സ്വീകരണങ്ങളിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. സ്വീകരണ കേന്ദ്രത്തിലേക്ക് സ്ഥാനാർത്ഥി എത്തുന്നതിന് മുൻപായി എത്തുന്ന പൈലറ്റ് വാഹനത്തിലെ പ്രസംഗികൻ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ഇടതു സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയും ലഘുപ്രസംഗം നടത്തുന്നതിനിടെ തുറന്ന വാഹനത്തിലാണ് സ്ഥാനാർത്ഥി എത്തുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ പയ്യൂർ കുരിശുപള്ളിയിലെ സ്വീകരണം വൈകിട്ട് 7:10-നാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കേന്ദ്രത്തിൽ സ്ഥാനാർത്ഥി എത്തിയത് രാത്രി 9:30-യോടെയായിരുന്നു. ഈ സമയത്തും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് രാജാജിയെ സ്വീകരിക്കാൻ കാത്തുനിന്നിരുന്നത്. പ്രദേശത്ത് തടിച്ചുകൂടിയവർക്ക് ഹസ്തദാനം നൽകിയ ശേഷം സ്വീകരണം ഏറ്റുവാങ്ങി. ചുരുങ്ങിയ വാക്കുകളിൽ വോട്ടഭ്യർത്ഥന നടത്തിയാണ് രാജാജി അടുത്ത കേന്ദ്രത്തിലേക്ക് നീങ്ങുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് തൃശ്ശൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ധാന്യക്കതിർ അരിവാൾ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയക്കണമെന്നും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. മുരളി പെരുന്നെല്ലി MLA, TV ഹരിദാസ്, AV വല്ലഭൻ, NK സുബ്രഹ്മണ്യൻ, M പത്മിനി ടീച്ചർ, VN സുർജിത്ത്, ഉഷ പ്രഭുകുമാർ, രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. ഐക്യജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി TN പ്രതാപൻ, നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ ദേവൻ, കൌൺസിലർമാരായ AT ഹംസ, പ്രിയ രാജേന്ദ്രൻ, C അനിൽകുമാർ, സുഷ ബാബു, ശ്രീദേവി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി LDF കുന്നംകുളം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി TK വാസു പറഞ്ഞു.
മണ്ഡലത്തിലെ 15 ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പൂർത്തീകരിച്ചു. സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പര്യടന പരിപാടികൾ പൂർത്തിയായി. ഇതുവരെ 57 സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു. മേഖലയിലെ 169 ഇടതുമുന്നണിയുടെ ബൂത്ത് കൺവെൻഷനുകളും പൂർത്തിയായി. കുടുംബ സംഗമങ്ങളും കുടുംബ സദസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ യോഗങ്ങളിലും തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ സാന്നിധ്യവും മുന്നേറ്റവുമാണ് ഉണ്ടാകുന്നതെന്നും ടി.കെ. വാസു പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. കുന്നംകുളം അസംബ്ലി മണ്ഡലത്തിനകത്ത് എല്ലാ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. 15 ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ AC മൊയ്തീൻ, NR ബാലൻ, P. രാജേന്ദ്ര മാസ്റ്റർ തുടങ്ങി പ്രമുഖരായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടാണ് കൺവെൻഷൻ പൂർത്തീകരിച്ചത്. അടുത്ത ഞങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ട് ഗൃഹസന്ദർശന പരിപാടികൾ നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭ്യർത്ഥനയുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാ വീടുകളിലും ഇതിനകം കയറിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി മറ്റൊരു സ്ക്വാഡ് എല്ലാ വീടുകളിലും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പ് തുടർന്ന് നടത്താൻ വേണ്ടിയിട്ടുണ്ട്. തൃശൂർ ലോക്സഭ UDF സ്ഥാനാർത്ഥി TN പ്രതാപന് തിരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള തുകയിലേക്ക് മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി സംഭാവന നൽകി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മേഴ്സി ജോയ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മീര ഗോപാലകൃഷ്ണൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശൈലജ ദേവൻ, കൌൺസിലർമാരായ സുഷ ബാബു, ശ്രീദേവി ബാലൻ, പ്രിയ രാജേന്ദ്രൻ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. TN പ്രതാപൻ തുക ഏറ്റുവാങ്ങി. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജു എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. എരുമപ്പെട്ടി, പതിയാരം, കുട്ടഞ്ചേരി, മങ്ങാട്, വടക്കുമുറി, കുണ്ടന്നൂർ, മുട്ടിക്കൽ, കോട്ടപ്പുറം, വെള്ളറക്കാട്, മനപ്പടി, കടങ്ങോട്, പള്ളിമേപ്പുറം, സ്വാമിപ്പടി, മണ്ടംപറമ്പ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പ്രവർത്തകരും വോട്ടർമാരും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു ഹാരാർപ്പണം നടത്തി. കോട്ടപ്പുറത്ത് പ്രശസ്ത വാദ്യ കലാകാരൻ പറക്കാട് തങ്കപ്പൻ സ്ഥാനാർത്ഥിയെ പൊന്നാടയണിയിച്ചു. നേതാക്കളായ S. ബസന്തലാൽ, OB സുബ്രഹ്മണ്യൻ, KM അഷ്റഫ്, MS സിദ്ധൻ, PT ദേവസി, V. വിശ്വനാഥൻ, PT ജോസഫ്, ഫ്രാൻസിസ് കൊള്ളന്നൂർ, PS പുരുഷു, അഡ്വക്കേറ്റ് KM നൌഷാദ്, KD ബാഹുലൈൻ മാസ്റ്റർ, KK മണി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പന്നിത്തടം, എയ്യാൽ, ചെറുമനേങ്ങാട് പ്രദേശങ്ങളിലും പര്യടനം നടത്തി. UDF കടപ്പുറം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. തെക്കരകത്ത് കരീം ഹാജി അധ്യക്ഷനായി. അനിൽ പുളിക്കൽ, MA അബൂബക്കർ ഹാജി, PK ബഷീർ, KD വീരമണി, സ്തി മുസ്തഖാലി, AK അബ്ദുൽ കരീം, ഹസീന താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വിധി പാലിക്കാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിന്റെ പേരിൽ ഞാൻ സുപ്രീം കോടതി വിധിക്കെതിരായി കോടതി വിധി നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയാണോ? സുപ്രീം കോടതി അതുപോലെ ഇഷ്ടമുള്ള ആളുകൾക്ക് പോകാം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എല്ലാ ആളുകളും കയറ്റണം എന്ന രീതിയിലായിരുന്നു ബഹുമാനനായിട്ടുള്ള പിണറായി വിജയൻ രാജ്യത്ത് മുന്നോട്ട് പോയത്. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരന്മാർ ശബരിമലയിൽ പോകരുത് എന്നാണ് അവരുടെ തീരുമാനം. അവരുടെ ആചാരം അതാണ്. അതിനെ ലംഘിക്കുന്ന വിധത്തിൽ ഇവർ മുന്നോട്ട് പോയത് മാത്രമല്ല, കുറേ പെണ്ണുങ്ങളെ കയറ്റാൻ വേണ്ടി പരിശ്രമിച്ചു. ആലത്തൂർ LDF സ്ഥാനാർത്ഥി PK ബിജു വേലൂരിൽ പര്യടനം നടത്തി. വേലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐമു നഗർ, വാഞ്ചു നഗർ, വെങ്ങിലശ്ശേരി എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കുന്നംകുളം മേഖലയിലെ തെരഞ്ഞെടുപ്പ് സജ്ജീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി താലൂക്ക് തല സംഘം കുന്നംകുളത്തെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ പരിശോധന നടത്തി. ഇലക്ട്രിക്കൽ രജിസ്ട്രേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോളിംഗ് ബൂത്തുകളായ വിവിധ സ്കൂളുകളിൽ പരിശോധനകൾ നടന്നത്. ചിറളയം ബദനി കോൺവെന്റ് ഹൈസ്കൂൾ, ബദനി LP സ്കൂൾ, ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവ്, അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജ്, മങ്ങാട് സെന്റ് സിറിൽ ഹൈസ്കൂൾ, ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബൂത്ത് തല പരിശോധനകൾ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. കുന്നംകുളം മണ്ഡലത്തിൽ സ്ത്രീ സൗഹൃദ ബൂത്തുകളായും മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളുമായി കണ്ടെത്തിയ 10 സ്കൂളുകളിലാണ് തെരഞ്ഞെടുപ്പ് സജ്ജീകരണത്തിന്റെ ഭാഗമായുള്ള പരിശോധനകൾ തിങ്കളാഴ്ച പൂർത്തിയാക്കിയത്. പോളിംഗ് ബൂത്തുകളിൽ കുടിവെള്ള ലഭ്യത, വോട്ടർമാർക്ക് വെയിലേൽക്കാതെ നിൽക്കാനുള്ള സൗകര്യം, വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം, സ്ത്രീകൾക്ക് മുലയൂട്ടുന്നതിനുള്ള സൗകര്യങ്ങൾ, പ്രായമായവർക്ക് ബൂത്തുകളിൽ കയറുന്നതിനുള്ള റാമ്പ് സൗകര്യം എന്നിവയെല്ലാം സംഘം പരിശോധിച്ചു. പരിശോധന തൃപ്തികരമാണെന്ന് സംഘം അറിയിച്ചു. കുന്നംകുളം മണ്ഡലത്തിൽ നമുക്ക് 10 മോഡൽ പോളിംഗ് സ്റ്റേഷൻസും അതുപോലെ തന്നെ 5 വുമൺ ഫ്രണ്ട്ലി പോളിംഗ് സ്റ്റേഷനുകളുള്ളത്. അതാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മോഡൽ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വരുന്ന എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും, അതിൽ നല്ല ലൈറ്റ്, അതുപോലെ കുടിവെള്ളം,
റാമ്പ് അതുപോലെ സൗകര്യങ്ങൾ ആണ് ഇപ്പോൾ ഏർപ്പെടുത്തിയുള്ള സ്കൂളുകളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. അതുപോലെ വുമൺ ഫ്രണ്ട്ലി പോളിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ ജീവനക്കാരും സ്ത്രീകളായിരിക്കും. അപ്പോൾ അത് അവർക്കും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള സ്കൂളുകളാണ് നോക്കുന്നത്. ഇവിടെ എല്ലാ സ്കൂളുകളും തന്നെ ഒരുവിധം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്കൂളുകളും നല്ല സൗകര്യങ്ങളുള്ള സ്കൂളുകളാണ്. തലപ്പിള്ളി ഭൂരേഖ തഹസിൽദാർ ഷാജു പി, സീനിയർ സൂപ്രണ്ട് ചന്ദ്രശേഖരൻ, ഉദ്യോഗസ്ഥരായ ആർ ശങ്കർ, ബിജു വി സി, അനന്തകൃഷ്ണൻ, ജോൺസൺ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. CCTV ന്യൂസ് കുന്നംകുളം. തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ഏറ്റവുമധികം പോസ്റ്ററുകളും ബോർഡുകളും നീക്കം ചെയ്തത് തൃശൂർ ജില്ലയിലെന്ന് സബ് കളക്ടർ പ്രേംകൃഷ്ണ. തിരഞ്ഞെടുപ്പ് സംബന്ധമായ സ്ക്വാഡുകളുടെ പ്രവർത്തനം വിലയിരുത്താനും പൊതുയിടങ്ങളിൽ സ്ഥാപിച്ച പോസ്റ്ററുകളും മറ്റും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കുമായി ചാവക്കാടെത്തിയ സബ് കളക്ടർ CCTVയോട് സംസാരിക്കുകയായിരുന്നു. ഗുരുവായൂർ മണ്ഡലത്തിൽ തിങ്കളാഴ്ച മാത്രം 2000-ലധികം പോസ്റ്ററുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. കൂടാതെ ചുമരെഴുത്തുകളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്തു. ഇവ നീക്കം ചെയ്യുന്ന ചിലവും സ്ഥാനാർത്ഥിയുടെ ചിലവിൽപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളായ KD രേണുക, TB ശശീന്ദ്രൻ, PR പ്രമോദ് തുടങ്ങിയവർ സബ് കളക്ടറെ അനുഗമിച്ചു. അതോടൊപ്പം ഈ വട്ടത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സ് ബോർഡുകൾ ക്യാമ്പയിനിങ്ങിന് പാടില്ല എന്നുള്ളത്. അത് പ്രൈവറ്റ് സ്ഥലത്തായാലും പബ്ലിക് സ്ഥലത്തായാലും ഒരു സ്ഥലത്തും പൊളിറ്റിക്കൽ പാർട്ടീസ് ഫ്ലെക്സ് ബോർഡ് യൂസ് ചെയ്തുള്ള ക്യാമ്പയിനിങ് പാടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ഇന്ന് തന്നെ ഏകദേശം ഒരു 3000-ഓളം ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു 3000-ഓളം ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനെല്ലാം നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സ് ബോർഡുകൾ വെച്ചുള്ള ക്യാമ്പയിനിങ് പാടില്ല എന്നുള്ളത് ഒരു ഗ്രീൻ പ്രോട്ടോകോൾ വെച്ചിട്ടുള്ളൊരു ഇലക്ഷനാണ് ഇത്തവണ നമ്മൾ ഉദ്ദേശിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ഗുരുവായൂർ മേഖലയിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളും ചുമരെഴുത്തുകളും പോസ്റ്ററുകളും നീക്കം ചെയ്തു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡാണ് ഇവ നീക്കം ചെയ്തത്. ഹൈക്കോടതി വിധി ലംഘിച്ച് സ്ഥാപിച്ച ഒരു ഫ്ലക്സ് ബോർഡ് നീക്കം ചെയ്തു. ഇവർക്കെതിരെ കേസെടുക്കാൻ സ്ക്വാഡ് ശുപാർശ ചെയ്തു. നഗരസഭ ടൗൺ ഹാൾ മതിലിന് മുകളിൽ പതിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകൾ നീക്കം ചെയ്യുകയും ഫയർ സ്റ്റേഷൻ മതിലിലെ ചുമരെഴുത്തുകൾ മാറ്റുകയും ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച 100 കണക്കിന് പോസ്റ്ററുകളാണ് നീക്കം ചെയ്തത്. ഇവ നീക്കം ചെയ്യാൻ ആവശ്യമായ ചിലവ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ചിലവിൽ ഉൾപ്പെടുത്തുമെന്ന് സ്ക്വാഡ് അംഗങ്ങൾ പറഞ്ഞു. അസിസ്റ്റന്റ് കളക്ടർ പ്രേംകൃഷ്ണയുടെ നേതൃത്വത്തിൽ റവന്യൂ ജൂനിയർ സൂപ്രണ്ട് രാജേഷ് മാരാത്ത്, ജോയിന്റ് BDO KD രേണുക, VIമാരായ TB ശശീന്ദ്രൻ, PR പ്രമോദ് തുടങ്ങിയവരാണ് സ്ക്വാഡിലുണ്ടായിരുന്നത്. ഇനി സ്ഥാനാർത്ഥിക്കൊപ്പം. ബൂത്ത് കൺവെൻഷനുകൾ പൂർത്തിയാക്കി തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് പൊതുപര്യടന പരിപാടിയിലേക്ക് കടന്നു. ശനിയാഴ്ച ഗുരുവായൂർ മണ്ഡലത്തിലായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം. CCTVയുടെ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ഇന്ന് രാജാജിയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ്. സ്ഥാനാർത്ഥി എത്തും മുൻപേ തന്നെ സ്വീകരണ കേന്ദ്രങ്ങൾ സജീവം. പൈലറ്റ് വാഹനത്തിൽ നേരത്തെ എത്തിയ പ്രാസംഗികർ മുമ്പിലിരിക്കുന്ന പ്രവർത്തകരോട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കത്തിക്കയറുന്നു. ഈ പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ. അധികം വൈകിയില്ല. അതാ പ്രചരണ ബോർഡുകൾ കൊണ്ട് അലങ്കരിച്ച തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥി എത്തുകയായി. കൂടി നിന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളികൾ കൊണ്ട് സ്ഥാനാർത്ഥിയെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നു. പിന്നെ ബൂത്ത് കൺവീനറുടെ ലഘു സ്വാഗത പ്രസംഗം. ബൂത്ത് ഭാരവാഹികളും സംഘടനാ ഭാരവാഹികളും ഹാരാർപ്പണം നടത്തുന്നു. സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള KV അബ്ദുൽ ഖാദർ MLA സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് ചുരുങ്ങിയ വാക്കുകളിൽ പരിചയപ്പെടുത്തുന്നു. മൈക്ക് സ്ഥാനാർത്ഥിക്ക് കൈമാറുന്നു. 2 മിനിറ്റ് കൊണ്ട് ലഭിച്ച സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക്. ഇടതുപക്ഷ ദേശീയ ബദലിന് വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ പാർട്ടികളുടെയും ജനാധിപത്യ ശക്തികളുടെയും മതനിരപേക്ഷ ആശയങ്ങളുടെയും ഏറ്റവും വലിയ പ്രകടനമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ധാന്യക്കതിർ അരിവാൾ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. രാജാജി മാത്യു തോമസിന്റെ പൊതുപര്യടന പരിപാടിയുടെ ലഘുചിത്രം ഇങ്ങനെയാണ്. 10 മിനിറ്റാണ് ഒരു സ്വീകരണ കേന്ദ്രത്തിന് അനുവദിക്കപ്പെട്ട സമയം. കൈകൊടുക്കുവാനുള്ള പ്രവർത്തകരുടെ ആവേശവും സ്ഥാനാർത്ഥിക്കൊപ്പം സെൽഫി എടുക്കുവാനുള്ള തിക്കും തിരക്കും കൂടിയാകുമ്പോൾ തീരുമാനിച്ചുറപ്പിച്ച ഷെഡ്യൂളൊക്കെ തെറ്റിപ്പോകും. 11:30 എത്തേണ്ട ഉച്ചഭക്ഷണം ഒരുക്കിയ കേന്ദ്രത്തിൽ എത്താനായത് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം. ഇന്ന് മുതൽ തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ആരംഭിച്ചു. ഇതുവരെയുള്ള
പ്രവർത്തനങ്ങൾ വിജയകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നല്ല ആവേശകരമായിട്ടുള്ള സ്വീകരണങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടക്കം നന്നായിട്ട് ജനങ്ങൾ കൂടിയിരുന്നു. അതിൻ്റെ സമയക്രമം കൃത്യമായിട്ട് പാലിക്കാൻ കഴിയാത്തതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ സംഘാടകർക്കുണ്ടായി എങ്കിൽ പോലും നല്ല പരിപാടികളാണ് ഉച്ചവരെ നടന്നത്. പൊള്ളുന്ന ചൂടിൽ തുറന്ന ജീപ്പിലെ ദിവസം മുഴുവൻ നീളുന്ന സഞ്ചാരം സ്ഥാനാർത്ഥിയെ അല്പം ക്ഷീണിതനാക്കിയിരിക്കുന്നു. ഉച്ചഭക്ഷണശേഷം അരമണിക്കൂറെങ്കിലും വിശ്രമം അനിവാര്യം. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതായിരുന്നു മറുപടി. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് എതിർ സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളത് അന്വേഷിച്ചിട്ടല്ലല്ലോ. എതിർ സ്ഥാനാർത്ഥി ആരായാലും ശരി, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുകയും എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷമാണ് അവർ എതിർ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ദീർഘകാലത്തെ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒക്കെ ഒടുവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. വിജയം ഉറപ്പാണ്. അത്തരത്തിലുള്ള ആവേശകരമായിട്ടുള്ള പ്രവർത്തനമാണ് എല്ലാ തലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. സംസാരിച്ച് സമയം കളയാൻ നേരമില്ല. അടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ ആളുകൾ കാത്തുനിൽക്കുകയാണ്. അനൗൺസ്മെന്റ് വാഹനം ശബ്ദിച്ചു തുടങ്ങി. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം നഗരസഭയിൽ കോൺഗ്രസ് വിമതനായി പ്രവർത്തിച്ചിരുന്ന ഷാജി ആലിക്കലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു. ഷാജിക്കെതിരെ പാർട്ടി എടുത്തിരുന്ന അച്ചടക്ക നടപടികൾ പിൻവലിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് TN പ്രതാപൻ കത്ത് നൽകി. സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള കത്ത് UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഷാജി ആലിക്കലിന് കൈമാറി. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ മറ്റു പാർട്ടികളുടെ സഹകരണത്തോടെ വിമതനായി നിന്ന് കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചു എന്നായിരുന്നു പരാതി. ഷാജി ആലിക്കലിനൊപ്പം നിന്ന് മറ്റ് 5 കൌൺസിലർമാരും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇപ്പോൾ ഷാജിയാണ് പാർട്ടിക്ക് നിരൂപാധിക മാപ്പ് അപേക്ഷ നൽകി കോൺഗ്രസിൽ തിരിച്ചെത്തിയത്. മേഖലയിൽ കോൺഗ്രസ് സംഘടനാ നേതാക്കളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും ഇനി വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ഷാജി ആലിക്കൽ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് വിവിധ കാരണങ്ങളാൽ മാറി നിൽക്കുന്ന എല്ലാവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പാർട്ടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി പാർട്ടിയുമായി 3.5 വർഷത്തോളം മാറി നിൽക്കുന്ന ഞാൻ എൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം രാജിവെച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. പാർട്ടിയുമായി ഇനി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. വിദ്യാലയത്തിലും ദേവാലയത്തിലും വരാൻ ആദ്യം യോഗിയായത് ഋതുവായ പെണ്ണാണെന്ന് ഘോഷിച്ച എഴുത്തച്ഛൻ എന്തുകൊണ്ടാണ് നവോത്ഥാന നായികരേഖയ്ക്ക് പുറത്ത് നിർത്തപ്പെട്ടത് എന്ന് അറിയില്ലെന്ന് പ്രമുഖ വാഗ്മി AP അഹമ്മദ് മാസ്റ്റർ പറഞ്ഞു. ഗുരുവായൂർ സമത്വ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ മതം, ആത്മീയത, വാണിജ്യവൽക്കരണവും സാംസ്കാരിക പിന്നടത്തവും എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രാഹ്മണനും മുൻപേ എഴുത്തച്ഛൻ ക്ഷണിച്ചത് ഋതുമതിയായ പെണ്ണിനെയായിരുന്നു. മതത്തിന്റെ വാണിജ്യവൽക്കരണത്തെ എതിർക്കുമ്പോൾ തന്നെയും സംഘടിത മതത്തിലെ ക്രിറ്റിക്കൽ ഇൻസിഡൻസിനെ അവഗണിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ നഗരസഭ EMS സ്ക്വയറിൽ നടന്ന സെമിനാറിൽ RV റാഫി അധ്യക്ഷനായി. PI ആൻഡോ, P അജിത്, KC തമ്പി, K ഗോവിന്ദദാസ് എന്നിവർ സംസാരിച്ചു. സെമിനാറിന് ശേഷം സംവാദവും ഉണ്ടായി. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ കീഴിൽ ദേശീയ സരസമേളയ്ക്ക് ഒരുക്കങ്ങളാകുന്നു. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ദേശീയ സരസ്മേള ഇത്തവണ മാർച്ച് 28 മുതൽ ഏപ്രിൽ 7 വരെ കുന്നംകുളത്ത് വെച്ചാണ് നടക്കുന്നത്. ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വിധം 11 ദിവസത്തെ മഹാമേളയായി നടക്കുന്ന സരസ്മേള കുന്നംകുളം പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തുക. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ നിന്നും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 250 സ്റ്റാളുകളാണ് മേളയിൽ ഉണ്ടാവുക. എല്ലാ സംസ്ഥാനങ്ങളിലെയും പരമ്പരാഗത പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, കരകൌശല വസ്തുക്കൾ മുതലായവയുടെ പ്രദർശന വിപണന സ്റ്റാളുകൾ, ഓരോ സംസ്ഥാനത്തെയും വൈവിധ്യങ്ങളായ ഭക്ഷ്യവിഭവങ്ങൾ ആസ്വദിക്കാനായി ഓൾ ഇന്ത്യ ഫുഡ് കോർട്ട് എന്നിവ കോർത്തിണക്കിയാണ് സരസ്മേള സംഘടിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്നുള്ള സംരംഭകർക്ക് ഇടനിലക്കാരില്ലാതെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഈ മേളയിലൂടെ സാധിക്കും എന്നതാണ് സവിശേഷത. കേരളത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇത് 5ാം തവണയാണ് നടത്തുന്നത്. കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ ഏറ്റെടുത്തതിന് ശേഷം നടത്തുന്ന 5ാമത്തെ സരസ്മേളയാണ്. ഇതിൻ്റെ ഒരു പ്രധാന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച ഒന്ന്, നമ്മളുടെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ, അത് അവരുണ്ടാക്കി കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ അവർ തന്നെ നേരിട്ട് ഇവിടെ വന്ന് നമ്മളുടെ കസ്റ്റമേഴ്സിന്
വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. സംരംഭകർക്കായിട്ട് 75ഓളം സ്റ്റാളുകൾ അതിനുവേണ്ടി മാറ്റിവെച്ചു. ഗ്രാമീണ കരകൗശല ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ഗാർഹിക ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ എന്നിങ്ങനെ നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളും 1000-ൽ പരം സംരംഭകരും കുന്നംകുളത്ത് സംഗമിക്കുകയാണ്. 11 ദിവസങ്ങളിലായി നടക്കുന്ന സരസ് മേളയുടെ പ്രധാന ആകർഷണം ദേശീയ ഭക്ഷ്യമേള തന്നെയാണ്. കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ 19 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നിന്നുമായി 25 സ്റ്റാളുകൾ ഭക്ഷ്യവിഭവങ്ങൾക്ക് മാത്രമായി ഒരുക്കുന്നുണ്ട്. രാജസ്ഥാൻ, പഞ്ചാബ്, ജാർഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ വനിതാ സംരംഭകരാണ് രുചിഭേദങ്ങൾ പരിചയപ്പെടുത്തുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ നിന്നുള്ള അസംസ്കൃത സാധനങ്ങൾ നേരിട്ട് ഇവിടെ എത്തിക്കുന്നു എന്ന സവിശേഷതയും മേളയിലെ ഫുഡ് കോർട്ടിനുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തെ തനിമയാർന്ന ഭക്ഷണങ്ങളും, അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം ഒരുക്കുന്ന വനവിഭവങ്ങൾ, ട്രാൻസ്ജെൻഡർ സംരംഭകരുടെ ജ്യൂസ് സ്റ്റാളുകൾ എന്നിവയും മേളയുടെ ആകർഷണമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 12 വരെ കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ സെമിനാറുകളും വൈകിട്ട് 3 മണി മുതൽ കലാപരിപാടികളും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ്, കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജ്, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ P വത്സല, ബൈജു മുഹമ്മദ്, കുടുംബശ്രീ NRO ജയൻ P, അജയൻ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ദേശീയ സരസ് മേള 2019ന്റെ ഭാഗമാവാനെത്തിയ ആദ്യ സംരംഭക സംഘങ്ങളെ ആരതിയൊഴിഞ്ഞ് സ്വീകരിച്ചു. ഹരിയാനയിൽ നിന്ന് 5ഉം മഹാരാഷ്ട്രയിൽ നിന്ന് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഹിർ പട്ടേൽ അടക്കം 6 പേരാണ് കുന്നംകുളത്ത് മേളയിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളത്. കുന്നംകുളം നഗരസഭയിൽ എത്തിച്ചേർന്ന സംഘത്തെ ആരതിയൊഴിഞ്ഞ് തിലകം ചാർത്തി മാലയിട്ട് സ്വീകരിച്ചപ്പോൾ ഏവർക്കും അതൊരു നവ്യാനുഭവമായി. മേളയുടെ പ്രധാന ആകർഷണമായ ഫുഡ് കോർട്ടിൽ ഈ ഉത്തരേന്ത്യൻ സംഘം തങ്ങളുടെ കൈപുണ്യം തെളിയിക്കും എന്നത് തീർച്ചയാണ്. എരിവും മധുരവും പുളിയും ചേർന്ന രുചിഭേദങ്ങൾ ആസ്വദിക്കാൻ ഇനി കുന്നംകുളത്തുകാർക്ക് വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം. ഇന്ത്യൻ ഗ്രാമങ്ങളിലെ രുചി വൈവിധ്യങ്ങൾ അറിയുവാനുള്ള സുവർണ അവസരമാണ് സരസ് മേളയൊരുക്കുന്നത്. വ്യത്യസ്തമാർന്ന രുചിഭേദങ്ങൾ എല്ലാ അതിർവരമ്പുകളും മറികടന്ന് ഒരു തീന്മേശയിലെത്തുമ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ സംസ്കാരത്തെ ഒന്നുകൂടെ ദൃഢമാക്കും വിധമായിരിക്കും മേളയുടെ ഫുഡ് കോർട്ട്. സരസ് മേളയുടെ പ്രചരണത്തിന്റെ ഭാഗമായി കാളവണ്ടി പ്രചാരണം സംഘടിപ്പിച്ചു. മാർച്ച് 28 മുതൽ ഏപ്രിൽ 7 വരെയാണ് ദേശീയ സരസ് മേള കുന്നംകുളം ചെറുവത്തൂർ മൈതാനിയിൽ നടക്കുന്നത്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, NRO ജയൻ പൂക്കാട്, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംരംഭകരെ സ്വീകരിക്കുവാനായി എത്തിയിരുന്നു. CCTV ന്യൂസ് കുന്നംകുളം. പ്ലസ് 2 പരീക്ഷ കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളുടെ ആഘോഷം അതിരുകടക്കാതിരിക്കാൻ പോലീസിന്റെയും രക്ഷിതാക്കളുടെയും കാവൽ. മേഖലയിലെ പ്ലസ് 2 സ്കൂളുകളിൽ പരീക്ഷ കഴിഞ്ഞു മടങ്ങുമ്പോൾ വിദ്യാർത്ഥികൾ ചായം തേച്ചും ചായം നിറച്ച ബലൂണുകൾ എറിഞ്ഞും ബൈക്കുകൾ റേസ് ചെയ്ത് ഓടിച്ചും ആഘോഷങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും അതിരുകടന്ന് നാട്ടുകാരുമായി വാക്കേറ്റവും പിന്നീട് സംഘർഷത്തിലും എത്താറുണ്ട്. ഇത് ഒഴിവാക്കാനാണ് പോലീസും രക്ഷിതാക്കളും ചേർന്ന് കാവൽ ഏർപ്പെടുത്തിയത്. മേഖലയിലെ എടക്കഴിയൂർ, മണത്തല, കടപ്പുറം, ഒരുമനയൂർ എന്നിവിടങ്ങളിലാണ് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയത്. അതുകൊണ്ടുതന്നെ ഇത്തവണ വളരെ അച്ചടക്കത്തിലായിരുന്നു വിദ്യാർത്ഥികളുടെ പിരിഞ്ഞുപോക്ക്. പ്രസിദ്ധമായ കേച്ചേരി പറപ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി. വിസ്തൃതമായ 18 ദേശങ്ങൾക്ക് അധിപയായ ഭഗവതിയുടെ പൂരമഹോത്സവം ഈ മാസം 31-നാണ് ആഘോഷിക്കുന്നത്. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. തിങ്കളാഴ്ച വൈകിട്ട് കേച്ചേരി പുഴയോരത്തു നിന്നും ഓലക്കുടയിലേറിയ ഭഗവതി നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ പുറത്തേറി ക്ഷേത്രത്തിലെത്തിയതിനെ തുടർന്ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് പൂരാഘോഷത്തിന് നാന്ദി കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റം നടന്നത്. മകരച്ചൊവ്വ മുതൽ തൃശൂർ, ചാവക്കാട്, കുന്നംകുളം താലൂക്കുകളിലായി പറയെടുപ്പ് നടന്നിരുന്നു. കൊടിയേറ്റ ദിവസം മുതൽ പൂരം വരെയുള്ള ദിവസങ്ങളിൽ അടിയന്തിരക്കളവും ഭഗവതിപ്പാട്ടും ക്ഷേത്രത്തിൽ നടക്കും. ഇനിയുള്ള 6 ദിവസങ്ങളിൽ വൈകിട്ട് 7:30 വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മാർച്ച് 30 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അമ്മ ഓഡിറ്റോറിയത്തിൽ ആനച്ചമയ പ്രദർശനം ഒരുക്കും. ചലച്ചിത്രതാരം ലിയോണ ലിഷോയ് ആനച്ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ മേള പ്രമാണിത്വത്തിൽ ആൽത്തറമേളം അരങ്ങേറും. പൂരദിവസമായ 31 രാവിലെ 4 മണിക്ക് നട തുറക്കലിനു ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. തുടർന്ന് വിശേഷാൽ പൂജയും ശീവേലി എഴുന്നള്ളിപ്പുമുണ്ടാകും. 11 മണിക്ക് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടികൾ ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേരും. ഉച്ചപൂജയ്ക്ക് ശേഷം ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. പ്രാദേശിക കമ്മിറ്റികളുടെ പൂരം എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 6 മണിയോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. കേരളത്തിലെ തലയെടുപ്പുള്ള 40ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. പൂരാഘോഷത്തിന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ N ശ്രീനിവാസൻ, AK ശശിധരൻ, KA സുഗതൻ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. കലിയുഗത്തിൽ സത്സംഗമാണ് മനുഷ്യന് ലഭിക്കേണ്ടതെന്നും അതിന് തിരുനാമം ജപിക്കുകയാണ് എളുപ്പമാർഗമെന്നും തെക്കേമഠം മൂപ്പിൽ സ്വാമിയർ
ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ബോധി അഭിപ്രായപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ വസതിയിൽ കഴിഞ്ഞ 25 ദിവസമായി നടന്നുവരുന്ന ശ്രീമദ് ഗർഗഭാഗവത മഹോത്സവ വേദിയിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു സ്വാമിയാർ. ഭാഗവത വേദികൾ സത്സംഗം ലഭിക്കുന്നതിനുള്ള ഉത്തമ വേദികളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യജ്ഞാചാര്യൻ പുല്ലൂർ മണ്ണ രാമൻ നമ്പൂതിരി, കുചേലവ്രതം പ്രദ്യുപ്നന്റെ ദിഗ്വിജയയാത്ര, ജനകോപാഖ്യാനം എന്നിവ പാരായണം ചെയ്തു. ശ്രീമദ് ഭാഗവതവും ഋഗ്വേദവും എന്ന വിഷയത്തിൽ കോതമംഗലം വാസുദേവൻ നമ്പൂതിരിയും പ്രഭാഷണം നടത്തി. ഗർഗഭാഗവത മഹോത്സവം ഈ മാസം 31-ന് സമാപിക്കും. പുന്നയൂർകുളം കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയ്ക്കിടെ കൌക്കാനുപെട്ടി ആണ്ടത്ത് പറമ്പിൽ ഷെഫീനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പേർ കൂടി അറസ്റ്റിൽ. ഞമ്മനയങ്ങാട് മഠത്തിപ്പറമ്പിൽ രഞ്ജിത്ത്, ചൂതംകുളം പേരൂത്ത് ഷിജിൽ, വടക്കേക്കാട് കല്ലിങ്ങൽ തോട്ടുപുറത്ത് പ്രസാദ്, സഹോദരൻ പ്രകാശ് എന്നിവരെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. കേസിൽ നേരത്തെ 5 പേർ അറസ്റ്റിലായിരുന്നു. ഒന്നാം പ്രതി ഉൾപ്പെടെ 6 പേരെ കൂടി പിടികൂടാനുണ്ട്. SHO വി രാജേഷ് കുമാർ, SIK പ്രദീപ് കുമാർ, ASIമാരായ PM റഷീദ്, സന്തോഷ്, CPO അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. സൂര്യാതപം 5 ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കൊടും ചൂട് വർദ്ധിക്കുകയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ 5 ജില്ലകളിൽ സൂര്യാതപ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. താപനില 4 ഡിഗ്രി വരെ ഉയരാം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി. കാരുണ്യ പ്രവർത്തനങ്ങളിൽ വീണ്ടും വേറിട്ട വഴിയുമായി ഫാദർ ഡേവിസ് ചിറമേൽ. വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിലെ വികാരിയും കിഡ്നി ഫെഡറേഷൻ ചെയർമാനുമായ ഫാദർ ഡേവിസ് ചിറമേൽ ഇപ്പോൾ അച്ചാർ നിർമ്മാണത്തിൽ വ്യാപൃതനായിരിക്കുകയാണ്. ഇടവകയിലെ വീടുകളിൽ നിന്ന് മാങ്ങ പറിക്കുന്നത് മുതൽ അച്ചാർ കുപ്പിയിലാക്കി സീൽ ചെയ്യുന്നത് വരെയുള്ള പ്രവൃത്തികളിൽ ഫാദർ കൂടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. മാങ്ങ ചെത്തി ഉപ്പിലിട്ട് ഉണക്കി കടുക്, എണ്ണ, മുളക് എന്നിവ ചേർത്ത് 100% പ്രകൃതിദത്തമായാണ് അച്ചാർ നിർമ്മിക്കുന്നത്. വയലത്തൂർ ഡ്രൈ മാംഗോ അച്ചാർ എന്ന പേരിലുള്ള അച്ചാർ കുപ്പികളിലാക്കി 100 രൂപയ്ക്കാണ് വിപണനം നടത്തുന്നത്. ഈ അച്ചാർ വിറ്റുകിട്ടുന്ന പണം മുഴുവൻ കിഡ്നി രോഗികളുടെ ചികിത്സയ്ക്കായാണ് ഉപയോഗിക്കുക. നോയമ്പ് മാസത്തിൽ പരിത്യാഗമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടുതന്നെ ഈ നോമ്പുകാലത്ത് കിഡ്നി രോഗികൾക്ക് വേണ്ടി പണിയെടുക്കുകയാണ് അദ്ദേഹം. വിവരം പുറത്തറിഞ്ഞതോടെ ധാരാളം പേർ അച്ചാർ വാങ്ങാനായി എത്തുന്നുണ്ടെന്നും ഫാദർ ഡേവിസ് ചിറമേൽ പറഞ്ഞു. റോഡിനടിയിലൂടെ പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി തുടങ്ങി ഒരാഴ്ചയായിട്ടും പരിഹാരം കാണാതെ അധികൃതർ. ഒരുമനയൂർ 3-ാം കല്ല് ഫെറി റോഡിലാണ് സംഭവം. ടാർ ചെയ്ത റോഡിനടിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകിയെത്തിയതോടെ നാട്ടുകാർ വിവരം വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചിരുന്നു. സ്ഥലത്തെത്തിയ വാട്ടർ അതോറിറ്റി അധികൃതർ ഉടൻ തന്നെ പരിഹാരം കാണാമെന്ന ഉറപ്പു നൽകി പോയതല്ലാതെ ഇതുവരെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിലെ 10-ാം വാർഡിൽപ്പെട്ട ഫെറി റോഡാണ്. ഒരാഴ്ചയായി കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിലേക്ക് പൊട്ടി റോഡ് തകരാറിലായിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതരെ അറിയിച്ചിട്ട് ഇതുവരെ അവർ തിരിഞ്ഞു നോക്കി പോകുന്നില്ല. പ്രാവശ്യം വന്ന കുടിവെള്ളം ഇങ്ങനെ അത്രേ പാഴായി പോവുകയാണ് ഈ കാണുന്നത്. വെള്ളം കിട്ടാതെ പലരും കുടിവെള്ളം സപ്ലൈ ചെയ്യണം. അങ്ങനത്തെ ഒത്താണ് ഈ കാണുന്നത്. വെള്ളം ഇങ്ങനെ ദിവസം പ്രതി ഇങ്ങനെ വെള്ളം ഒഴിക്കും. കരുവന്നൂർ ഗുരുവായൂർ പദ്ധതിയാണത്. വെള്ളം പുറത്തേക്ക് ഒഴുകിയതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്ത റോഡും തകർന്നുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കെയാണ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ഇവിടെ ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴായിക്കൊണ്ടിരിക്കുന്നത്. 1 മാസം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ് ഇവിടെ പൊട്ടിയതെന്നാണ് കരുതുന്നത്. ഇതിനു മുമ്പ് 4 ഇടങ്ങളിലായി കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായിരുന്നു. ഇനിയും പ്രശ്നപരിഹാരമായില്ലെങ്കിൽ സമരവുമായി രംഗത്തുവരാനാണ് നാട്ടുകാരുടെ തീരുമാനം. CCTV ന്യൂസ് ചാവക്കാട്. കടുത്ത വേനലിൽ ദാഹിക്കുന്നവർക്ക് കുടിനീർ നൽകുന്നതിനായി എരുമപ്പെട്ടി SYS സാന്ത്വനം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൺകൂജ സ്ഥാപിച്ചു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മാധ്യമ സാമൂഹിക പ്രവർത്തകൻ റഷീദ് എരുമപ്പെട്ടി നിർവഹിച്ചു. SYS യൂണിറ്റ് പ്രസിഡന്റ് KA ഹൈദർ അധ്യക്ഷനായി. സാന്ത്വനം ചെയർമാൻ MM ഇല്യാസ്, കൺവീനർ MY കബീർ, ഭാരവാഹികളായ PS ഷഹീൻ, KA നിസാർ, റാഫി, CY അസീസ്, MY ഷെരീഫ്, PS ഷഫീഖ് എന്നിവർ പങ്കെടുത്തു. ചിറമനേങ്ങാട് നെല്ലിക്കുന്ന് ഹിക്മിയ മദ്രസയിൽ നടന്നുവരുന്ന മജ്ലിസ് നൂറിന്റെ 1-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം തലേങ്ങാട്ടി മഹല്ല് പ്രസിഡന്റ് അൽഹാജ് അലവി മാസ്റ്റർ നിർവഹിച്ചു. സിറാജുദ്ദീൻ ഫൈസി മണ്ണാർക്കാട് അധ്യക്ഷനായി. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MH നൌഷാദ്, സക്കറിയ നിസാമി, V കുഞ്ഞുഹാജി, മജീദ് അമ്പലത്ത്, മുഹമ്മദ് റാഫി, അബ്ദുൽ ഗഫൂർ, TM നൌഷാദ്, ജുറൈജ് വാഫി, TM ഇബ്രാഹിം, TI ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു.
ഏപ്രിൽ 19-20 തീയതികളിലായാണ് മജ്ലിസ് നൂർ നടക്കുന്നത്. റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം, കോഴിക്കോട് ഖാളി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈ തങ്ങൾ, സയ്യിദ് നജുമുദ്ദീൻ പൂക്കോയ തങ്ങൾ, യമാനി അൽ ഹൈദ്രുസി മംഗലാപുരം, ഹസൻ സഖാഫി പൂക്കോട്ടൂർ, ഹാഫിൽ അബ്ദുൾ റഹ്മാൻ അൻവരി കാട്ടൂർ തുടങ്ങിയ പ്രമുഖ പണ്ഡിതരും നേതാക്കളും പങ്കെടുക്കും. പുന്നയൂർകുളത്ത് കൊയ്ത്തു കഴിഞ്ഞ നെല്ല് മില്ലുകാർ കൊണ്ടുപോകുന്നില്ല. മഴ നനഞ്ഞാൽ ഉണ്ടാവുക വൻ ബാധ്യത. കർഷകർ ആശങ്കയിൽ. കുട്ടാടൻ പാടത്ത് കൊയ്തെടുത്ത നെല്ല് മില്ലുകാർ കൊണ്ടുപോകാത്തതിൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. പുന്നയൂർ പഞ്ചായത്തിലെ കുട്ടാടൻ പാടത്ത് 40ഓളം ഏക്കറിലധികം കൃഷിയിറക്കിയ കർഷകരാണ് ദുരിതത്തിലായത്. കൊയ്തെടുത്ത ടൺ കണക്കിന് നെല്ല് ഷീറ്റിട്ട് മൂടി പാടത്തു തന്നെ കൂട്ടിയിട്ട് കാവലിരിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. നെല്ല് കൊണ്ടുപോകാനായി സപ്ലൈകോയെ ബന്ധപ്പെടുമ്പോൾ മില്ലുകാരുടെ നമ്പർ കൊടുക്കും. മില്ലുകാരാകട്ടെ വരാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്ന് കർഷകർ പറയുന്നു. മഴ നനഞ്ഞാൽ നെല്ല് മില്ലുകാർ എടുക്കില്ല. അത് കർഷകർക്ക് കനത്ത നഷ്ടം വരുത്തും. 8 ലക്ഷം രൂപയോളം ചെലവഴിച്ചിറക്കിയ കൃഷിയിൽ നിന്ന് ലാഭമില്ലെങ്കിലും മുടക്കുമുതലെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അധികൃതരുടെ ഈ കർഷകദ്രോഹ നടപടി. CCTV ന്യൂസ് പുന്നയൂർകുളം. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ പുതിയ സീനിയേഴ്സ് കോർണർ നിർമ്മാണം പുരോഗമിക്കുന്നു. വില്ലേജ് ഓഫീസിനോട് ചേർന്നാണ് പുറമ്പോക്ക് സ്ഥലം ഏറ്റെടുത്ത് സീനിയേഴ്സ് കോർണർ നിർമ്മിക്കുന്നത്. 7 സെന്റ് സ്ഥലത്ത് 12 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. വയോജനങ്ങൾക്കായുള്ള പാർക്ക്, ഇരിപ്പിടങ്ങൾ, ഓപ്പൺ സ്റ്റേജ് എന്നിവ ഉൾപ്പെടുത്തിയാണ് പദ്ധതി. പാർക്കിന്റെ കവാടത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെയും AKGയുടെയും പ്രതിമകൾ നിർമ്മിക്കുവാനും പഞ്ചായത്തിന് പദ്ധതിയുണ്ട്. ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും 6 ലക്ഷം വീതം ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിക്കുക. ചൊവ്വന്നൂർ വില്ലേജ് ഓഫീസിന്റെ വിപുലീകരണവും കുഴൽക്കിണർ കുഴിച്ച് സമഗ്രമായ കുടിവെള്ള വിതരണ പദ്ധതിയും പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ പൂർത്തിയാക്കും. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യ പാർക്കാണ് ഇവിടെ ഒരുങ്ങുന്നത്. കാഴ്ചയിൽ കൗതുകവും മനസ്സിൽ മധുരവും നിറച്ച് കടപ്പുറം പുതിയങ്ങാടി കറുപ്പം വീട്ടിൽ നഫറുവിന്റെ വീട്ടിൽ മുന്തിരിവള്ളികൾ പൂത്തുതളിർത്തു. വീടിന്റെ ടെറസിന് മുകളിൽ ഇപ്പോൾ മുന്തിരിക്കുലകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൗതുകത്തിനായി 2.5 വർഷം മുമ്പാണ് വീട്ടുകാർ ചാവക്കാട് പാലയൂരിലെ നഴ്സറിയിൽ നിന്നും ഒരു മുന്തിരി തൈ വാങ്ങിയത്. തൊട്ടടുത്ത GFUP സ്കൂളിലെ ടീച്ചർ മറ്റൊരു തൈ കൂടി നൽകി. വീടിന്റെ ടെറസിന് മുകളിൽ പ്രത്യേക പരിചരണം നൽകി വളർത്തിയതോടെ 2 മുന്തിരി തൈകളും പടർന്നു പന്തലിച്ചു. വളമായി ചാണകം നൽകിയും എല്ലാ ദിവസവും നനയ്ക്കുകയും ചെയ്തായിരുന്നു പരിചരണം. ഇതിന് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ വളം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വളമൊന്നുമില്ല. തുടങ്ങുന്ന സമയത്ത് തന്നെ കുറച്ച് എല്ലുപൊടിയും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഓൾറെഡി അത് കുഴിച്ചിട്ടിട്ടാണ് ആ വളം ബേസായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ 3 മാസം കൂടുമ്പോൾ ചാണകം ഇട്ട് കൊടുക്കും. അതന്നെ ഇതിന് മെയിനായിട്ട് വളമുള്ളൂ. പിന്നെ ഈ ഓരോ ഇലകൾ വാടിയണതും ഇതൊക്കെ വെട്ടിക്കൊടുക്കും. അങ്ങനെ ഒരു പരിചരണം മാത്രം ഇതിന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എവിടെ അത് ചെയ്യാൻ പറ്റണതാണ്. കുറച്ച് പരിശ്രമം ചെയ്താൽ മതി. നഫറു ഷാർജയിലായതിനാൽ മുന്തിരി തൈകൾക്ക് ഭാര്യ റംലയും മക്കളായ നസീഫും നിസയുമാണ് സംരക്ഷണം നൽകിയിരുന്നത്. ചൂടുകൂടിയ പ്രദേശങ്ങളിൽ വളർത്തിയെടുക്കാൻ പ്രയാസമുള്ള മുന്തിരിക്ക് റംലയും മക്കളും സൂക്ഷ്മതയോടെയുള്ള പരിചരണമാണ് നൽകിയത്. മുന്തിരിവള്ളികളിൽ പൂവിട്ട് അധികം കഴിയും മുമ്പേ ചെടി നിറയെ കായ്കൾ നിറഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ മുന്തിരി വിളവെടുപ്പിന് പാകമാകും. കഴിഞ്ഞ 2.5 വർഷത്തെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം. CCTV ന്യൂസ് ചാവക്കാട്. കത്തോലിക്ക കോൺഗ്രസ് എരുമപ്പെട്ടി ഫൊറോന ജനറൽ ബോഡി യോഗം നടന്നു. തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കൂത്തൂർ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷനായി. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോയ് അടുമ്പുകളും മുഖ്യപ്രഭാഷണവും ഫൊറോന ഡയറക്ടർ ഫാദർ ആന്റണി അമ്മൂത്തൻ കർമ്മപദ്ധതിയും അവതരിപ്പിച്ചു. അതിരൂപത ട്രഷറർ KC ഡേവിസ്, ഫൊറോന ഭാരവാഹികളായ ബിജു C വർഗീസ്, പിയൂസ് പുതുരുത്തി, ഡിൽജോ തരകൻ, ഫൊറോന കൈക്കാരൻ റോയി തറയിൽ എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും സംസ്കൃത സാഹിത്യത്തിൽ നിന്നുള്ള ഡോക്ടറേറ്റ് ഗുരുവായൂർ സ്വദേശിനി സുജ KP കരസ്ഥമാക്കി. കേരളീയ സംസ്കൃത കാവ്യങ്ങളിലെ കൃഷ്ണസങ്കല്പം എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ്. പൂന്താനം വാര്യത്ത് P ദേവിദാസ വാര്യരുടെയും രാധാ വാരസ്യരുടെയും മകളായ സുജ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ P പത്മനാഭന്റെ ഭാര്യയാണ്. വടുതല ഗവൺമെന്റ് UP സ്കൂളിന്റെ 100ാം വാർഷികത്തിന്റെ മുന്നോടിയായി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. വാർഡ് കൌൺസിലർ സുജീഷ്, PTA പ്രസിഡന്റ് ഷക്കീർ, ഹെഡ് മിസ്റ്റേഴ്സ് N ശൈലജ് ടീച്ചർ, OSA കൺവീനർ KA മുഹമ്മദ് മാസ്റ്റർ, MPTA പ്രസിഡന്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നവമാധ്യമ കാഴ്ച. മായാജാല കാഴ്ചകൾ എന്നും ആസ്വാദ്യമാണ്. ചില ദൃശ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മാതൃകത കണ്ടാൽ കണ്ണിന് പോലും തെറ്റുപറ്റിയതാണോ എന്നുവരെ തോന്നിപ്പോകാറുണ്ട്. അത്രമേൽ ഒറിജിനാലിറ്റിയാണ്. ഫിലിപ്പോസ് മാറോക്കി നൽകിയ ദൃശ്യം.
ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ആവേശമുയർത്തി സ്ഥാനാർത്ഥി പര്യടനങ്ങൾ. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസും ആലത്തൂർ സ്ഥാനാർത്ഥി PK ബിജുവും പൊതുപര്യടനത്തിൽ. മണ്ഡലം കൺവെൻഷനുകളുമായി UDF. TN പ്രതാപന് കെട്ടിവെക്കാനുള്ള തുകയിൽ ഒരു പങ്ക് നൽകി മഹിളാ കോൺഗ്രസ്. ദിശ തെറ്റിയ പ്രചരണങ്ങൾക്കെതിരെ വടിയെടുത്ത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. സംസ്കാരങ്ങൾ ഇഴചേരുന്ന സരസ് മേള പൊടിപൊടിക്കും. കുന്നംകുളത്ത് നടക്കുന്ന മേളയ്ക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് സംഘാടകർ. പ്രധാന ആകർഷണം ഭക്ഷ്യമേള. കുന്നംകുളം നഗരസഭയിലെ വിമത കോൺഗ്രസ് നേതാവായിരുന്ന ഷാജി ആലിക്കലിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു. ഷാജിക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ പിൻവലിച്ച് DCC പ്രസിഡന്റ് TN പ്രതാപൻ കത്ത് നൽകി. കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവത്തിന് കൊടിയേറി. പൂരം ഈ മാസം 31-ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം CCTV ചാനൽ ആസ്വദിക്കാനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.